വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഓണത്തിന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബനാറസി ബ്രൊക്കേഡ് സ്കേർട്ടും ഷർട്ടും ഒരുവിധം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷർട്ട് തയ്ക്കാൻ അറിയില്ല എന്ന്. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇനിയിപ്പോൾ ഏതൊരു ബിഗിനേഴ്സും ആയിക്കോട്ടെ, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഷർട്ട്. വലിയ പ്രൊഫഷണൽ ടെക്നിക്ക് ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല, സിമ്പിളായിട്ട് നമുക്ക് കണ്ടാൽ ഒരു ഷർട്ട് രൂപത്തിൽ നമുക്കൊരു ടോപ്പ് തയ്ച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. ഷർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 മീറ്ററാണ് കേട്ടോ. ഈ ഒരു ഫാബ്രിക്കിൻ്റെ നെയിം ഞാൻ ഓർക്കുന്നില്ല. നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. മീറ്ററിന് 160 രൂപയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കാതെ നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഷർട്ടിനൊക്കെ പറ്റിയ ക്ലോത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട്. അപ്പോൾ ഞാനിതിന് ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഷർട്ടിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് ഞാനിതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ഷർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 7 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻസൈഡ് ചെയ്തിട്ട് വേറെ ചെയ്യുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് വേണം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ എനിക്ക് വേണ്ട ലെങ്ത്ത് 15 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്, 2ആയിട്ട് മടക്കിയിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 ഇഞ്ച് കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആം ഹോൾ ലെങ്ത്തും 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറിയൊരു കർവായിട്ട് നമ്മളെങ്ങനെയാണോ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുക അതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ചെസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 24 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 24 ഇഞ്ചിനെ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടല്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് 6 ഇഞ്ച് കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഷർട്ടായിട്ടാണ് ചെയ്യുന്നത്, കുറച്ച് ലൂസായിട്ട് നിൽക്കണം. ഇത് നമുക്ക് ശരീരത്തോട് ഒട്ടാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് 7.5 ഇഞ്ചാക്കിയിട്ടാണ് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ ഭാഗത്തും അതേപോലെ തന്നെ കേട്ടോ. കുറച്ചൊരു വീതിയിൽ കുറച്ച് നമുക്കൊരു ഇൻഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ആ ഒരു മെഷർമെൻറ്റ്സ് അല്ലാട്ടോ എടുക്കുന്നത്, കുറച്ച് ലൂസായി നിൽക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ മാർക്ക് ചെയ്തതൊക്കെ നമുക്ക് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷർട്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കാം. 1/2 സ്ലീവ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ബാക്കി വന്നിട്ടുള്ള 2 ഇഞ്ച് ഉണ്ടല്ലോ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്ത് ഒരു കുറച്ച് വീതിയിൽ വരുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഷർട്ടൊക്കെ ഇങ്ങനെ നമ്മൾ മടക്കി തയ്ച്ച് വെക്കൂലേ, ഫുൾ സ്ലീവ്സ് മടക്കി തയ്ച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ഒരു പീസും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് വിടുത്തായിട്ട് കുറച്ച് ലൂസിലാണ് വേണ്ടത്. ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ചെറിയൊരു ചെരിവായിട്ട് ഇതുപോലെ ആംഹോളിൻ്റെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്സിനെ 2ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഷർട്ട് രൂപത്തിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അധികം ഫ്രണ്ട് നെക്ക് ഇറക്കണ്ട കേട്ടോ. വിടുത്തായിട്ട് ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെപ്തായിട്ടും ഞാനൊരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നോർമൽ നെക്കൊക്കെ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്, അത്രയും വേണ്ട കേട്ടോ. ഇത് നമ്മൾ കോളർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ആ മാർക്ക് ചെയ്ത് അതിലൂടെ അല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ നമുക്ക് ബട്ടൺ വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ആ ഒരു പീസ് ഫ്രണ്ടിൽ 2 സൈഡിലും നമുക്ക് അത്ര വലുപ്പത്തിലുള്ള പീസ് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാനാണ്. നമ്മുടെ ആ ഒരു ബട്ടൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ
അവിടെ നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാനാണ് ഈ ഒരു എക്സ്ട്രാ പീസ്. ഇതുപോലെ നമുക്ക് 2 പീസ് ആവശ്യമുണ്ട് കേട്ടോ. ലെങ്ത്ത് 13 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ വിഡ്ത്ത് നമുക്ക് 2 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഭാഗം തയ്ച്ചിട്ട് അതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല വശത്തിന് മുകളിലാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജ് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് തയ്ച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഉൾവശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും ചെയ്യും കേട്ടോ. ഷർട്ടിനൊക്കെ പറ്റിയ ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അയൺ ചെയ്താൽ അതൊന്ന് അമർന്ന് നിന്നോളും. ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ ഒന്ന് പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ നമ്മളിതാ 1.5 ഇഞ്ച് വീതിയിലൊക്കെ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സൈഡ് ഉള്ളിലേക്കും മറ്റേ സൈഡ് പുറത്തേക്കും ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വരുന്ന രൂപത്തിലാണല്ലോ ബട്ടൺ ആകുമ്പോൾ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഉള്ളിലേക്കല്ല കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഒന്ന് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ബാലൻസ് പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇറക്കണ്ട കേട്ടോ. വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചും ഡെപ്തായിട്ട് 1 ഇഞ്ചുമാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോളർ നെക്കാണല്ലോ, അധികം ഇറക്കേണ്ട ആവശ്യമില്ല. നെക്ക് എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാതെ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് നോക്കേണ്ടത്. നമുക്ക് എത്രയാണോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് നോക്കാം കേട്ടോ. മാക്സിമം ക്ലോസ് ആക്കി വെച്ചിട്ട് തന്നെ ഇതുപോലെ ചുറ്റിച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ 13.5 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം ഒരു 15 ഇഞ്ചൊക്കെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ ഒരു കോളറാണ് കേട്ടോ. നമ്മൾ ഷർട്ട് കോളറിന് വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, ആ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇത് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണോ ഒരു കോളറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതുപോലെ അല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടാൽ നമുക്കൊരു കോളറിൻ്റെ ലുക്ക് ഉണ്ട്, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫാബ്രിക്കിനെ ഞാൻ 4 ആയിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എനിക്ക് വേണം കേട്ടോ. കോളറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാനൊരു 7.25 ഇഞ്ചാണ് ഇതുപോലൊന്ന് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു പീസിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7.25 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 14.5 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈനായിട്ടോ, നമ്മളിത് ഡബിൾ ലൈനായിട്ടാണ് ഈ ഒരു കോളർ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന രൂപത്തിലല്ലേ ഈ ഒരു കോളർ ഉണ്ടാവുക. അപ്പോൾ ഒരു ലൈന് ഞാൻ എടുത്തു. ഇതിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ചെറിയൊരു കർവായിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലൈനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എഡ്ജിൽ നിന്നും 1.5 ഇഞ്ച് വിട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഷേപ്പിലാണ്, ഈ ഒരു ഒറ്റ കോളറിലാണ്, എക്സ്ട്രാ സ്റ്റിച്ചിങ്ങോ ഒന്നുമില്ല കേട്ടോ. ഒറ്റ കട്ടിങ്ങിൽ നമുക്ക് ഒരു കോളറ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം 2 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കോളറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ചെരിവായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഒരു കോളറിൻ്റെ ലുക്ക് വന്നിട്ടില്ലേ. എന്നാൽ എക്സ്ട്രാ കട്ടിങ്ങോ ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. നമുക്കിതിൻ്റെ എഡ്ജ് മാത്രം ഒന്ന് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിലൂടെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ പീസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പീസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് തയ്ച്ചിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ 2 പീസ് നമ്മൾ എടുക്കണം. നോർമലി ഈ ഷർട്ട് കോളറൊക്കെ ചെയ്യുക 2 പീസായിട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് 2 പീസായിട്ട് ചെയ്തെടുക്കുക. ഞാനിത് ഒറ്റ പീസിൽ കട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എളുപ്പ വഴിയാണ്. എന്നാൽ ഇതൊരിക്കലും ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന രൂപമല്ല കേട്ടോ.
ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ എഡ്ജൊക്കെ ഞാൻ ചെറിയൊരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ടെടുക്കാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കോർണറൊക്കെ പിടിച്ചിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് തള്ളിയിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുന്നത് വരെ നമ്മളൊന്ന് തള്ളി കൊടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് അത് മുഴുവനായിട്ടും ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ മാക്സിമം അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊന്നും ഒതുങ്ങാത്ത ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഒന്നും അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഭാഗം ഒന്ന് ഒതുങ്ങി നിൽക്കുള്ളൂ. പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും എളുപ്പത്തിലാണ് ഈ ഒരു കോളർ ഞാൻ തയ്ച്ചെടുക്കുന്നത്. മാക്സിമം നമ്മൾ ഇതിൻ്റെ എഡ്ജിലൂടെ തന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് ആ കോളറ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കർവ് ഭാഗമൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ആ ഒരു ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടില്ലേ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ശരിക്കും ഒരു കട്ടിങ് ഒരു സ്റ്റിച്ചിങ് ഇതിലൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലൈനായിട്ട് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്താലും മതി. ഇനി നമുക്ക് നെക്ക് ഭാഗത്തേക്ക് ഈ ഒരു കോളറിനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഉൾവശത്ത് ഞാൻ നല്ല വശത്തല്ല കേട്ടോ, ഉൾവശത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കോളറിൻ്റെ ഉൾവശവും നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശവും ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് ആദ്യം നമ്മളിതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് കോളറിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ ചീത്ത വശത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കോളറ്. പിന്നെയാണ് നമ്മൾ മറിച്ചിട്ടിട്ട് നല്ല വശത്തേക്ക് ഇതിനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് നല്ല വശത്ത് എന്താവും ആ സ്റ്റിച്ചൊന്നും കാണാതെ ഇതുപോലെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇട്ട സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്റ്റിച്ചും കാണില്ല, അതിൻ്റെ തയ്യൽ തുമ്പും ഉള്ളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടാവും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കോളർ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ കോളറിൻ്റെ ആ ഒരു ഭാഗം മൊത്തമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് ഒതുങ്ങി നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവ്സൊക്കെ മടക്കി വെക്കുന്ന രൂപമുണ്ടല്ലോ, ആ ഒരു പാറ്റേണും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാനൊരു പീസ് 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതിനെ ഒന്ന് നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നന്നായി എഡ്ജിൽ സ്റ്റിച്ച് ചെയ്യാതെ കുറച്ചൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ട്രൈപ്പ് പോലൊരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ബട്ടണൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ വെക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു ഡെമ്മിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ബട്ടണൊക്കെ നമ്മൾ അതിന്മേ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, അല്ലാതെ എക്സ്ട്രാ നമ്മൾ ബട്ടൺ ഊരിയിടാൻ പറ്റുന്ന രൂപത്തിലല്ല, ജസ്റ്റ് കാണുമ്പോൾ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്ലീവ്സ് രണ്ടിനും വേണ്ടിയിട്ട് ഇതുപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉൾവശത്തായിട്ട് ഈ ഒരു ഭാഗം ഉൾവശത്തേക്കാണ് കേട്ടോ ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 സ്റ്റിച്ച് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ 2 സ്ലീവ്സിലും നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ അങ്ങനെ നിന്നോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഇതൊന്ന് നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷർട്ടിൻ്റെ ഒരുവിധം പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത്
ഇതിൽ ബട്ടൺ വെക്കാനും അതേപോലെ സ്ലീവ്സിൻ്റെ സൈഡിൽ നമ്മളൊരു സ്ട്രൈപ്പ് കൊടുത്തിട്ടില്ലേ അതിന്മേലും നമുക്ക് ബട്ടൺ എക്സ്ട്രാ തുന്നി പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഷർട്ടിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. കോളർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ്സും എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ക്ലോത്തായിട്ട് തന്നെ കാണാൻ ഇത് നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷർട്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഒരു ബട്ടൺ വെച്ചിട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ കോളറിൻ്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ബട്ടൺ വെക്കാനുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഒരു ഭാഗം നമുക്ക് മെഷർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് ഇനി അയൺ ചെയ്തെടുത്താൽ ഒന്നും കൂടി നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലും നമ്മൾ ബട്ടൺ വെച്ചിട്ട് നമുക്കൊന്ന് ലൂസ് ചെയ്തിട്ട്, ഭയങ്കര ടൈറ്റ് ചെയ്യൊന്നും വേണ്ട, ലൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മൾ സ്ലീവ്സ് ഇങ്ങനെ മടക്കി വെച്ച പോലെ തോന്നും കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബട്ടന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച് വിടുത്തിലാണ് ഓരോ ബട്ടണും വെച്ച് കൊടുക്കുന്നത്. ബട്ടൺ തയ്ക്കാനായിട്ട് നമുക്ക് ബട്ടൺ ഹോൾ മേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു ഫൂട്ടൊന്ന് മാറ്റിയിട്ട് ബട്ടൺ ഹോൾ ഫൂട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഈ ഒരു ഫൂട്ടിനെ നമ്മൾ കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുള്ള മെഷീനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോൾ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത്, അത് നമുക്ക് മാക്സിമം 1 ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ബട്ടൺ മേക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം 1 ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഇടുക, 3 ഇടുക, പിന്നെ നമുക്ക് 4 ഇടുക. 4ഉം 2ഉം നമുക്ക് സൈഡ് ലെഫ്റ്റും റൈറ്റും ചെയ്യാനാണ്, മറ്റേത് നമുക്ക് മുകളും താഴെയും ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ഞാൻ ബട്ടൺ ഹോൾ മേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടെ മുകൾ ഭാഗം ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബട്ടൺ ഹോൾ മേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഹോളിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടൺ കൊള്ളുന്നുണ്ടെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഷർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.